ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. NF കണ്ണൂർ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗരം മസാല പൗഡർ എങ്ങനെ വീട്ടിൽ തന്നെ തയ്യാറാക്കാമെന്ന വീഡിയോ ആയിട്ടാണ്. പലരും പല രീതിയിലാണ് തയ്യാറാക്കുന്നത്. ഞാൻ നമ്മുടെ കണ്ണൂർ സ്റ്റൈലിലുള്ള ഗരം മസാല പൗഡറാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് പിറകെ വരുന്ന ആ കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കൂ. ഇനി നമുക്ക് ഈ ഗരം മസാല പൗഡർ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സ്പൈസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കറുവപ്പട്ട 10 ഗ്രാം, ഗ്രാമ്പൂ 10 ഗ്രാം, ജാതിപത്രി 10 ഗ്രാം, ജാതിക്ക 2 എണ്ണം, ഏലക്ക 10 ഗ്രാം, തക്കോലം 10 ഗ്രാം, ചെറിയ ജീരകം 10 ഗ്രാം. ചെറിയ ജീരകമാണ്, വലിയ ജീരകമല്ല. ചിലർ ഈ സ്പൈസസ് ഉണ്ടാക്കുമ്പോൾ വലിയ ജീരകം കൂടി ചേർക്കാറുണ്ട്. അപ്പോൾ ഗരം മസാല പൗഡർ തയ്യാറാക്കുമ്പോൾ വലിയ ജീരകം ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവറായിരിക്കും മുന്നിട്ട് നിൽക്കുക. അതുകൊണ്ട് ഞാനത് പൗഡർ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാറില്ല. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ജാതിക്കയുടെ തൊലി ഒന്ന് റിമൂവ് ചെയ്ത് കളയാം. ഇതിൻ്റെ അകത്തുള്ള സീഡാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല വെയിലുള്ള ടൈമാണെങ്കിൽ 1 മണിക്കൂർ നേരത്തേക്ക് നമുക്കിതൊന്ന് വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കണം. ഇപ്പോൾ ഇവിടെ വെയിൽ കുറവാണ്, മഴ സീസണാണ്. അതുകൊണ്ട് ഞാനിത് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ചൂടായ പാനിലോട്ട് നമുക്ക് ഈ സ്പൈസസ് മുഴുവനും ഒരുമിച്ചിട്ട് കൊടുക്കാം. ഇത് ഓരോന്നോരോന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരുമിച്ചിട്ട് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ജീരകമൊക്കെ ഉള്ളത് കൊണ്ട് ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് മാറിപ്പോവും. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ശേഷം ഇത് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഈ ഗരം മസാല നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് മുഴുവനായിട്ടും ഒറ്റ തവണയായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ 2 തവണയായിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ശേഷം ബാക്കിയുള്ള ബാച്ച് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇതേ അളവിൽ നിങ്ങൾ ഗരം മസാല പൗഡർ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ ഒരു 6 മാസക്കാലത്തേക്ക് നമുക്ക് കടയിൽ നിന്നൊന്നും ഗരം മസാല പൗഡർ വാങ്ങേണ്ട ആവശ്യം വരില്ല. എല്ലാ കറികളും ഉണ്ടാക്കാനും അതുപോലെ ബിരിയാണി ഉണ്ടാക്കാനും മസാലകൾ തയ്യാറാക്കാനും ഒക്കെ ഈ മസാല പൗഡർ തന്നെ മതിയാവും. ഇങ്ങനെ വീട്ടിൽ നിന്ന് പൊടിക്കുന്ന മസാലപ്പൊടിക്ക് നല്ല ഫ്ലേവറാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അതിന് കടയിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റ് മസാലപ്പൊടി ഒഴിവാക്കുക. ഇനി നമുക്കിതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് നഷ്ടമാകുന്നതിന് മുമ്പ്, മണമൊക്കെ ഒന്ന് പോകുന്നതിന് മുമ്പ് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലോട്ട് മാറ്റാം. അതിനുശേഷം നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇതിൻ്റെ ഫ്ലേവർ നഷ്ടമാവില്ല. അപ്പോൾ എന്നോട് 2-3 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗരം മസാല പൗഡർ എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുന്നതെന്ന്. അപ്പോഴാണ് ഞാൻ ഗരം മസാല പൗഡർ തയ്യാറാക്കുമ്പോൾ വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്.
അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമല്ലോ. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തേക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും താങ്ക് യു.